ഇന്നലെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് ക്ലീൻ ചെയ്ത് വാഗണറാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഒരു കാർഡിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ സ്റ്റിയറിംഗ് ബോൾ ജോയിന്റിന്റെ സീൽ ഡസ്റ്റ്, അതായത് ഈ ഒരു വാഷർ പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ ബോൾ ജോയിന്റിലെ ഗ്രീസ് ഒക്കെ വെളിയിലേക്ക് പോയി ബോൾ ജോയിന്റ് തേയ്മാനം വന്ന് പെട്ടെന്ന് തന്നെ ഡാമേജ് ആകുന്നു. അപ്പോൾ നമുക്ക് ഈ സീൽ ഡസ്റ്റ് മാറാം. പക്ഷേ സീൽ ഡസ്റ്റ് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ബോൾ ജോയിന്റ് ഫുൾ സെറ്റ് ആയിട്ട് മാറാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പുതിയ ബോൾ ജോയിന്റ് വാങ്ങിക്കണം. അപ്പോൾ സ്റ്റിയറിംഗ് റോഡിന്റെ ബോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ബോൾ ജോയിന്റ് അഴിച്ചെടുക്കാനായിട്ട് ആദ്യം ഈ താഴെ കാണുന്ന നട്ട് അഴിച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് വാഹനത്തിന്റെ ഫ്രണ്ട് വശം ലിഫ്റ്റ് ചെയ്ത് നിർത്തണം. സംഭവം ഇതാണ്, സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് വലത്തേക്ക് തിരിച്ചു കഴിയുമ്പോഴത്തേനും വിട്ട് കഴിയുമ്പോഴത്തേനും ഇതുപോലൊരു പ്ലേ വരുന്നു. ആ ഒരു പ്ലേ വരാൻ കാരണം ഇതാണ്, ബോൾ ജോയിന്റ് സീൽ ഡസ്റ്റ് പൊട്ടിയിട്ട് അതിനിടയ്ക്ക് തങ്ങി നിൽക്കുന്ന കാരണം ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ ഉണ്ടാവുന്നു. ഇപ്പൊ ഈ ഒരു സ്റ്റിയറിംഗ് തിരിച്ച് ഫുൾ ഓടിച്ച് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞു വരുന്നു. ബോൾ ജോയിന്റ് അഴിക്കുവാനായിട്ട് സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഇടത്തേക്ക് തിരിച്ചു വെക്കുക. ഏത് സൈഡിലെ ബോൾ ജോയിന്റ് ആണ് മാറുന്നത് ആ സൈഡിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു വെക്കുക. നട്ട് ലൂസ് ആയാലും നട്ട് ഊരി പോകാണ്ടിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി ലോക്ക് ഉണ്ട്, അത് ഇതുപോലെ മാറ്റിയെടുക്കുക. ശേഷം ബോൾ ജോയിന്റിന്റെ നട്ട് ലൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ബോൾ ജോയിന്റിന്റെ നട്ട് ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോൾ ജോയിന്റ് ആ ഒരു സ്ലോട്ടിൽ നിന്ന് പൊക്കിയെടുക്കണം. ശേഷം ചുറ്റിക വെച്ച് ആ ഒരു ബോൾ ജോയിന്റിന്റെ അടിയിലായിട്ട് ഇതുപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബോൾ ജോയിന്റ് മുകളിലേക്ക് ഉയർന്നു വരും. അതിനുശേഷം ബോൾ ജോയിന്റ് ആന്റി ക്ലോക്ക് വൈസിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലൂസായി വരുന്നതായിരിക്കും. ബോൾ ജോയിന്റ് എപ്പോൾ റീപ്ലേസ്മെന്റ് ചെയ്താലും വാഹനത്തിന്റെ അലൈൻമെന്റ് തെറ്റും. അപ്പം ബോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അലൈൻമെന്റും കൂടെ ചെക്ക് ചെയ്യണം. അങ്ങനെ ബോൾ ജോയിന്റ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയ ബോൾ ജോയിന്റ്. 230 രൂപയാണ് വില. വാഹനത്തിലേക്ക് പിടിപ്പിക്കാം. ശേഷം അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുന്ന നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ശേഷം ബോൾ ജോയിന്റ് ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യുക. അടിയിലത്തെ നട്ടിട്ട് കൊടുക്കുക. നട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. ശേഷം സേഫ്റ്റി ലോക്ക് ഇടാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ ബോൾ ജോയിന്റ് റീപ്ലേസ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്.